ഹായ്, വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന പാഠത്തിലെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോഡൊമിനൻസ്, മൾട്ടിപ്പിൾ അലിലിസം എന്നീ ടോപ്പിക്കുകളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്കാണ്. ഇന്ന് ജനിതകശാസ്ത്രം മനുഷ്യൻ്റെ അറിവിൻ്റെ പരമോന്നത തലങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഗ്രിഗർ മെൻഡൽ എന്ന ജനിതകശാസ്ത്ര പിതാവിൽ നിന്നും എത്രത്തോളം മുന്നോട്ട് പോയി എന്ന ചരിത്രം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഗ്രിഗർ മെൻഡൽ പബ്ലിഷ്ഡ് ഹിസ് വർക്ക് ഓൺ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ 1865. പാരമ്പര്യ സ്വഭാവങ്ങളെപ്പറ്റിയുള്ള കണ്ടെത്തലുകൾ മെൻഡൽ 1865 പ്രസിദ്ധീകരിച്ചെങ്കിലും പല കാരണങ്ങളാൽ 1900 വരെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. വൈ മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്സ് അൺറെക്കഗ്നൈസ്ഡ്? ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി ദോസ് ഡേയ്സ്. വാർത്താവിനിമയം എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് മെൻഡലിൻ്റെ കണ്ടെത്തലുകൾക്ക് വേണ്ടത്ര പ്രചാരം കിട്ടിയില്ല. രണ്ടാമത്തേത്, മെൻഡൽ പറഞ്ഞ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളെക്കുറിച്ചോ ഫാക്ടേഴ്സാണ് സ്വഭാവഗുണങ്ങളുടെ എക്സ്പ്രഷന് കാരണമാക്കുന്നത് എന്നതിനെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ സമകാലികർ അംഗീകരിച്ചില്ല. മാത്രമല്ല, വൺ പെയർ ഓഫ് ഫാക്ടേഴ്സ് ഡിഡ് നോട്ട് ബ്ലെൻഡ് അഥവാ ഫാക്ടേഴ്സ് പരസ്പരം കലരാത്ത ജോഡികളാണ് എന്ന വസ്തുതയും ഹിസ് കണ്ടംപററീസ് നോട്ട് ആക്സെപ്റ്റഡ്. പ്രകൃതിയിൽ കാണുന്ന വ്യതിയാനങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകാൻ ഇതുകൊണ്ടൊന്നും സാധിച്ചില്ല. മൂന്നാമത്തേത്, യൂസിങ് മാത്തമാറ്റിക്സ് ടു എക്സ്പ്ലെയിൻ ബയോളജിക്കൽ ഫിനോമിന വാസ് ടോട്ടലി ന്യൂ ആൻഡ് അൺആക്സെപ്റ്റബിൾ. ജീവശാസ്ത്രപരമായ പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ മെൻഡൽ ഗണിതശാസ്ത്രത്തെ ഉപയോഗിക്കുന്നത് മറ്റു ജീവശാസ്ത്രകാരന്മാർ അംഗീകരിച്ചില്ല. നാലാമത്തേത്, മെൻഡൽ കുഡ് നോട്ട് പ്രൊവൈഡ് എനി ഫിസിക്കൽ പ്രൂഫ് ഫോർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഹെറിറ്റ് ദ ക്യാരക്ടേഴ്സ്. മെൻഡൽ തൻ്റെ പരീക്ഷണങ്ങളിലൂടെ വ്യക്തമാക്കിയ ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന ജീനുകളുടെ നിലനിൽപ്പിനെപ്പറ്റി ഭൗതികമായ ഒരു തെളിവ് നൽകാനോ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഫാക്ടേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 1900 വരെ മെൻഡലിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ആരാലും അറിയപ്പെടാതെ ഒളിഞ്ഞുകിടന്നു. ഇനി നമുക്ക് 1900 ജനിതകശാസ്ത്രത്തിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. In 1900, 3 biologists, Hugo de Vries from Holland, Karl Correns from Germany, and von Schermark, Austria, independently rediscovered results on the inheritance of characters. ഏറ്റവും കൗതുകകരമായ ഒരു കാര്യമാണിത്. 3 ജീവശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്ത സ്ഥലത്തു നിന്നും സ്വന്തമായി ജനിതക പരീക്ഷണങ്ങൾ നടത്തി 1900 പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഒരാൾ വോൺ ഷെർമാർക്ക് മെൻഡലിൻ്റെ തന്നെ രാജ്യമായ ഓസ്ട്രിയയിൽ നിന്നുമായിരുന്നു. ഈ 3 പേരുടെയും പ്രസിദ്ധീകരണങ്ങൾ കണ്ടപ്പോഴാണ് ഇതിനും വളരെ മുൻപ് തന്നെ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ ജനിതക പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ മെൻഡലിനെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി നമുക്ക് 1902 കടക്കാം. മൈക്രോസ്കോപ്പിൻ്റെ പഠനത്തിലുണ്ടായ പുരോഗതി കാരണം വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബോവറി എന്നീ 2 ശാസ്ത്രജ്ഞന്മാർ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി. ന്യൂക്ലിയസിനകത്ത് ചില ഘടകങ്ങൾ അഥവാ ക്രോമസോമുകൾ കണ്ടെത്തി. സെൽ ഡിവിഷൻ നിരീക്ഷിച്ചു. സെൽ ഡിവിഷൻ സമയത്ത് ന്യൂക്ലിയസ് വിഭജിക്കുമെന്നും ക്രോമസോമുകൾ ഇരട്ടിക്കുമെന്നും
അവർ മനസ്സിലാക്കി. മിയോസിസിൽ അഥവാ ഊനഭംഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ക്രോമസോം മൂവ്മെൻറ്റ് നടക്കുന്നതെന്ന് അവർ നിരീക്ഷിച്ചു. They noted that the behavior of chromosomes were parallel to the behavior of genes. ക്രോമസോമുകളുടെ പെരുമാറ്റവും ജീനുകളുടെ പെരുമാറ്റവും സമാന്തരമാണെന്ന് രേഖപ്പെടുത്തി. മെൻഡലിൻ്റെ നിയമങ്ങളെ ക്രോമസോം ചലനത്തിലൂടെ വിശദീകരിക്കുകയും ചെയ്തു. ഇൻ ഡിപ്ലോയിഡ് സെൽസ് ബോത്ത് ജീൻസ് ആൻഡ് ക്രോമസോംസ് ആർ ഫൗണ്ട് ഇൻ പെയേഴ്സ്. ക്രോമസോമുകളും ജീനുകളും ജോഡികളായി കാണുന്നു. ജീൻ പെയേഴ്സ് ആൻഡ് ക്രോമസോം പെയേഴ്സ് സെഗ്രിഗേറ്റ് ഡ്യൂരിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ. ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ വേർപിരിയുകയും ഒരു ജോഡിയിലെ ഒരെണ്ണം മാത്രം ബീജകോശത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ക്രോമസോമിൽ സ്വതന്ത്ര ജോഡികൾ സ്വതന്ത്രമായി വേർപിരിയുന്നു. ജീനുകളിലാണെങ്കിൽ ഒരു ജോഡി മറ്റൊരു ജോഡിയിൽ നിന്നും സ്വതന്ത്രമായി വേർപിരിയുന്നു. The paired condition of both genes and chromosomes are restored during fertilization. രണ്ടു തരം സെൽ ഡിവിഷനുകളെക്കുറിച്ചും അതിൽ റീപ്രൊഡക്റ്റീവ് സെൽസിൽ നടക്കുന്ന സെൽ ഡിവിഷൻ മിയോസിസ് ആണെന്നും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. മിയോസിസിന് 2 ഘട്ടങ്ങളാണുള്ളത്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. മിയോസിസ് 1-ലെ അനാഫേസിൽ ക്രോമസോംസ് മെറ്റാഫേസ് പ്ലേറ്റിൽ അണിനിരക്കുന്നത് നോക്കുക. ഈ പിക്ചർ നോക്കൂ. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് ക്രോമസോംസ് ആണ് കാണുന്നത്. ഇതിനെ ആസ്പദമാക്കി 1902 സട്ടൺ ആൻഡ് ബോവറി proposed a theory called chromosome theory of inheritance. ഈ തിയറി എന്താണെന്ന് നോക്കാം. First one, genes are located on the chromosomes. Second one, like Mendelian alleles, chromosomes are also found in pairs called homologous chromosomes. Chromosomes which are similar in arrangement of genes are called homologous chromosomes. 2 ക്രോമസോമുകളിൽ ജീനുകൾ ഒരേ പൊസിഷനിൽ വരികയാണെങ്കിൽ അവയെ ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ന് വിളിക്കാം. Third one is, both chromosomes of a homologous pair segregate out into gametes during meiosis. അങ്ങനെ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസും ജനിതക ശാസ്ത്ര ചരിത്രത്തിൽ ഇടം നേടി. ഇനി നമുക്ക് 1933 കടക്കാം. തോമസ് ഹണ്ട് മോർഗൻ ഓർ TH മോർഗൻ ഒരു അമേരിക്കൻ സുവോളജിസ്റ്റാണ്. ജനിതക പരീക്ഷണം നടത്തിയത് ഡ്രോസോഫില മെലനോഗ്യാസ്റ്ററിലാണ്. ദ സയൻറ്റിഫിക് നെയിമാണ് ഫ്രൂട്ട് ഫ്ലൈ എന്നാണ് കോമൺ നെയിം. മലയാളത്തിൽ പഴ ഈച്ച എന്നും പറയും. ചീഞ്ഞഴുകിയ പഴങ്ങളിൽ കാണപ്പെടുന്ന ഫ്രൂട്ട് ഫ്ലൈ ആണ് ഡ്രോസോഫില മെലനോഗ്യാസ്റ്റർ. അതിൻ്റെ ലാർവയാണ് പുഴുക്കളായി കാണപ്പെടുന്നത്. TH മോർഗൻ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ നൽകി. പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു. He discovered basis for the variation that sexual reproduction produced. ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളിലെ വ്യതിയാനങ്ങൾക്ക് കാരണമായ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്തുകയുണ്ടായി. TH മോർഗൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ് ക്രോമസോമുകളിലെ ജീനുകളിൽ കാണുന്ന പ്രോസസ് ലിങ്കേജ്. എന്തുകൊണ്ടാണ് മോർഗൻ ഡ്രോസോഫില അല്ലെങ്കിൽ ഫ്രൂട്ട് ഫ്ലൈ ഒരു എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലായി ജനിതക പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തതെന്നറിയാമോ? ഡ്രോസോഫില ക്യാൻ ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലബോറട്ടറി. പരീക്ഷണശാലയിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന ലളിതമായ മാധ്യമങ്ങളിൽ ഇവയ്ക്ക് വേഗത്തിൽ വളരാൻ കഴിയുന്നു. ഇറ്റ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഇൻ അബൌട്ട് 2 weeks. 2 ആഴ്ച കൊണ്ട് ഡ്രോസോഫിലയുടെ ജീവിതകാലം പൂർത്തിയാക്കുവാൻ കഴിയും.
ഇറ്റ് പ്രൊഡ്യൂസസ് ന്യൂമറസ് പ്രോജനി ഫ്ലൈസ്. ഒരൊറ്റ ബീജസങ്കലനത്തിലൂടെ ധാരാളം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ അതിന് കഴിയുന്നു. ദ ഫ്ലൈ ബ്രീഡിംഗ് കുഡ് ബി ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും ബ്രീഡിംഗ് അല്ലെങ്കിൽ സങ്കരണം നടത്താൻ കഴിയും. ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസിയേഷൻ ഓഫ് ദ സെക്സസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ് ആർ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ. ആണിനെയും പെണ്ണിനെയും വ്യക്തമായി തിരിച്ചറിയാൻ ഡ്രോസോഫിലയിൽ സാധിക്കും. ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻസ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്സ്. പാരമ്പര്യ വ്യതിയാനങ്ങൾ പലതരത്തിൽ ഇതിൽ കാണുന്നത് ലോ പവർ മൈക്രോസ്കോപ്പിലൂടെ തന്നെ കാണാൻ കഴിയും. ദീസ് ആർ ലെസ് എക്സ്പെൻസീവ് ടു റെയർ. വളർത്താൻ വളരെ എളുപ്പമാണ്. ലെസ് നമ്പർ ഓഫ് ക്രോമസോംസ്, ദാറ്റ് ഈസ് 2n = 8. ഇനി നമുക്ക് TH മോർഗൻ പറഞ്ഞ ലിങ്കേജ് എന്താണെന്ന് നോക്കാം. ലിങ്കേജിനെ ജീനുകളുടെ ബന്ധനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ജീനുകൾ ക്രോമസോമിലാണ് കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ദ കോ എക്സിസ്റ്റൻസ് ഓഫ് 2 or more ജീൻസ് ഇൻ ദ സെയിം ക്രോമസോം ഈസ് നോൺ ആസ് ലിങ്കേജ്. ഒരു ക്രോമസോമിൽ തന്നെ 2 അതിലധികമോ ജീനുകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന പ്രോസസ്സിനെയാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more ജീൻസ് ഓൺ ദ സെയിം ക്രോമസോം ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ദീസ് ജീൻസ് ഷോസ് ടെൻഡൻസി ടു ഇൻഹെറിറ്റ് ടുഗദർ. 2 അതിലധികമോ ജീനുകൾ ഒരേ ക്രോമസോമിൽ അടുത്തടുത്തായി വരികയാണെങ്കിൽ അവയെ നമുക്ക് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയാം. ഈ ലിങ്ക്ഡ് ജീൻസ് സ്വതന്ത്ര അപവ്യൂഹന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന മെൻഡലിൻ്റെ നിയമത്തെ അനുസരിക്കാത്തവയാണ്. മെൻഡലിൻ്റെ 3ാമത്തെ നിയമം ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഒന്ന് ഓർത്തു നോക്കൂ. ഓൾ ദ ജീൻസ് ഓഫ് എ ക്രോമസോം ടുഗദർ ഫോം എ ലിങ്കേജ് ഗ്രൂപ്പ്. ഒരു ക്രോമസോമിലെ എല്ലാ ജീനുകളും ഒരുമിച്ച് ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ദ നമ്പർ ഓഫ് ലിങ്കേജ് ഗ്രൂപ്പ്സ് ഓഫ് എൻ ഓർഗാനിസം ഈസ് ഈക്വൽ ടു ദ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ദാറ്റ് ഓർഗാനിസം, ദാറ്റ് ഈസ് n നമ്പർ ഓഫ് ക്രോമസോംസ് ഓഫ് ദാറ്റ് ഓർഗാനിസം. ഇതിനൊരു ഉദാഹരണം പറയാം. ഡ്രോസോഫിലയിൽ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം അല്ലെങ്കിൽ 2n നമ്പർ ഓഫ് ക്രോമസോം 8 ആണ്. അപ്പോൾ ലിങ്കേജ് ഗ്രൂപ്പ് എത്രയായിരിക്കും? n ആണ്, അതിൻ്റെ പകുതി. ദാറ്റ് ഈസ് n = 4. ലിങ്കേജ് ഗ്രൂപ്പ് ഈസ് 4. അനദർ എക്സാമ്പിൾ നോക്കാം. മാൻ ഹാസ് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം 2n = 46. What will be the linkage group? It's half. n = 23. So linkage group will be 23. Linkage, linked genes, linkage group. ഈ 3 കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. ചരിത്രം തുടരുകയാണ്. അടുത്തതായി TH മോർഗൻ കണ്ടുപിടിച്ചത് റീകോമ്പിനേഷൻ എന്ന പ്രോസസ്സായിരുന്നു. The reshuffling of the parental genes into new combinations is called recombination. This is the cause of genetic variation. Linked genes show recombination due to crossing over. മാതൃപിതൃ സസ്യങ്ങളുടെ ജീനുകൾ മിയോസിസിലെ അനാഫേസിൽ ക്രോസിംഗ് ഓവർ വഴി എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇത് റീകോമ്പിനേഷന് കാരണമാക്കുന്നു. വേരിയേഷൻ അല്ലെങ്കിൽ ജനിതക വ്യതിയാനം സംഭവിക്കുന്നത് ഇതുമൂലമാണ്. ഇനി നമുക്ക് TH മോർഗൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. മെൻഡൽ പീ പ്ലാന്റിൽ നടത്തിയ മോണോഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ പഠിച്ചതാണ്. അതുപോലെ TH മോർഗൻ ഡ്രോസോഫിലയിൽ മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും നടത്തിയിട്ടുണ്ട്. ഇതിലെ ഡൈഹൈബ്രിഡ് ക്രോസ്, അതായത് 2 ക്യാരക്ടേഴ്സ് എടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ക്രോസ് A എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്രോസിൽ യെല്ലോ ബോഡീഡ് സ്മോൾ y കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം ആൻഡ് വൈറ്റ് ഐഡ് സ്മോൾ w കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഈ 2 ക്യാരക്ടറും ഒരുമിച്ച് കാണപ്പെടുകയാണെങ്കിൽ അത് മ്യൂട്ടൻ്റ് ഫീമെയിലാണ്.
മ്യൂട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ സംഭവിച്ചത്, വേരിയേഷൻ സംഭവിച്ച ഫീമെയിലാണ്. ഇറ്റ് ഈസ് ക്രോസ്ഡ് വിത്ത് ബ്രൗൺ ബോഡി, അതിനെ Y+ എന്നും ആൻഡ് റെഡ് ഐ W+ എന്നും രേഖപ്പെടുത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ മെൻ്റലിൻ്റെ ക്രോസിലെ പോലെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ അല്ല TH മോർഗൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒറിജിനൽ അല്ലെങ്കിൽ വൈൽഡ് ടൈപ്പിനെ സ്മോൾ ലെറ്റർ +സൈൻ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മ്യൂട്ടേഷൻ സംഭവിച്ചതിനെ സ്മോൾ ലെറ്റർ മാത്രം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്രോസ് ചെയ്തു നോക്കൂ. F1 ഫീമെയിൽസ് വേർ വൈൽഡ് ടൈപ്പ്, ബ്രൗൺ ബോഡി ആൻഡ് റെഡ് ഐ. മെയിൽ എക്സ്പ്രസ്സസ് mutant character, that is yellow body and white eye. ഇനി F1നെ സെൽഫ് ഹൈബ്രിഡൈസേഷൻ നടത്തും. F2 ഉണ്ടാകും. F2വിൽ 98.7% യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് ഫ്ലൈസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് സ്മോൾ y സ്മോൾ w. അതോടൊപ്പം തന്നെ വൈൽഡ് ടൈപ്പ്, that is brown bodied and red eyed flies also will get small y plus small w+. ഇത് രണ്ടും കൂടിയാണ് 98.7%. ബാക്കിയുള്ള 1.3% യെല്ലോ ബോഡീഡ് ആൻഡ് റെഡ് ഐഡും ആസ് വെൽ ആസ് ബ്രൗൺ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡും ആയിരിക്കും. സോ the result of cross A is 98.7% parental type and 1.3% recombinant type. ഇനി രണ്ടാമത്തെ തരം ക്രോസിലേക്ക് പോകാം. ക്രോസ് B. വൈറ്റ് ബോഡീഡ് സ്മോൾ w ഫീമെയിൽ വിത്ത് മിനിയേച്ചർ വിങ് സ്മോൾ m ഈസ് ക്രോസ്ഡ് വിത്ത് യെല്ലോ ബോഡി സ്മോൾ w+ ആൻഡ് നോർമൽ വിങ് സ്മോൾ m+. ഇതൊന്ന് ക്രോസ് ചെയ്തു നോക്കൂ നിങ്ങളുടെ നോട്ട്ബുക്കിൽ. റിസൾട്ട് ഓഫ് ക്രോസ് B ഈസ് 62.8% പാരൻ്റൽ ടൈപ്പ് ആൻഡ് 37.2% റീകോമ്പിനൻ്റ് ടൈപ്പ്. ഒന്നുകൂടി TH മോർഗൻ്റെ പരീക്ഷണത്തെ വിശദീകരിക്കാം. ഗ്രിഗർ മെൻ്റൽ നടത്തിയ പോലെ TH മോർഗനും ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി. ഗ്യാമീറ്റ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീനുകളെപ്പറ്റി പഠനം നടത്തി. അവിടെ TH മോർഗൻ എടുത്തത് മഞ്ഞ നിറമുള്ള ശരീരത്തോടും വെളുത്ത നിറമുള്ള കണ്ണുകളോടും കൂടിയ പഴയ ഈച്ചകളെ, തവിട്ടു നിറമുള്ള ശരീരമുള്ളതും ചുവന്ന നിറമുള്ള കണ്ണുകളോടും കൂടിയ പഴയ ഈച്ചകളുമായി സങ്കരണം നടത്തി F1 തലമുറ ഉൽപ്പാദിപ്പിച്ചു. മോർഗൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. When two genes in a dihybrid cross are located on the same chromosome, the proportion of parental gene combination in the progeny was much higher than recombination of genes or non-parental genes. ഒരു ക്രോമസോമിൽ ജീനുകൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്താൽ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻ ആയിരിക്കും അടുത്ത തലമുറയിൽ കൂടുതൽ പ്രകടമാക്കുക. എന്നാൽ ഒരു ക്രോമസോമിൽ ജീനുകൾ അകലെയാണെങ്കിൽ അവ മിയോസിസ് നടക്കുമ്പോൾ അനാഫേസിലെ ക്രോസിംഗ് ഓവർ എന്ന പ്രോസസ്സ് വഴി സെപ്പറേറ്റ് ചെയ്ത് മറ്റ് ക്രോമസോം സെഗ്മെൻറ്റുമായി കൂടിച്ചേരുകയും റീകോമ്പിനൻ്റ് ജീൻസ് അല്ലെങ്കിൽ നോൺ പാരൻ്റൽ ജീൻ കോമ്പിനേഷൻ ഉണ്ടാവുകയും ചെയ്യും. TH മോർഗൻ പറഞ്ഞ മറ്റൊരു കാര്യം, ക്രോമസോമിലെ ജീനുകൾ എടുത്താൽ ചിലത് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ആയിരിക്കും. വേർപിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കൾ പോലെ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഒരുമിച്ച് അടുത്ത തലമുറയിലേക്ക് പോകും. അപ്പോൾ പാരൻ്റൽ ടൈപ്പായിരിക്കും പ്രകടമാക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോ റീകോമ്പിനേഷൻ ആയിരിക്കും. ഉദാഹരണം, ലിങ്കേജ് ബിറ്റ്വീൻ സ്മോൾ y ആൻഡ് സ്മോൾ w. വെൻ ജീൻസ് ആർ ലൂസ്ലി ലിങ്ക്ഡ് ദേ ഷോ ഹയർ റീകോമ്പിനേഷൻ. അതായത് ക്രോമസോമിൽ
ജീനുകൾ അകലെയാണെങ്കിൽ അവ മിയോസിസ് നടക്കുമ്പോൾ അനാഫേസിൽ വെച്ച് ക്രോസിംഗ് ഓവർ നടന്ന് റീകോമ്പിനേഷന് കാരണമാക്കും. പുതിയ തരം മ്യൂട്ടൻ്റ് വെറൈറ്റി ഉണ്ടാകും. മറ്റൊരു കാര്യം, ലിങ്ക്ഡ് ജീൻസ് ആർ ലീനിയർലി അറേഞ്ച്ഡ് ഓൺ ദ ക്രോമസോംസ്. ലിങ്ക്ഡ് ജീൻസിന് ഇൻഡിപെൻഡൻ്റായി അസോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇനി അഥവാ ലിങ്ക്ഡ് ജീൻസ് വേർപിരിഞ്ഞ് റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ ഹോമോലോഗസ് ക്രോമസോമിൽ ക്രോസിംഗ് ഓവർ നടന്നിരിക്കണം. ചുരുക്കത്തിൽ, ക്രോമസോമിൽ ജീനുകൾ അടുത്തിരുന്നാൽ ലിങ്കേജും അകന്നിരുന്നാൽ റീകോമ്പിനേഷനും സംഭവിക്കാവുന്നതാണ്. ഇനി നമുക്ക് 1911 പോകാം. TH മോർഗൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റേർട്ടിവൻറ്റ് ഈ പരീക്ഷണത്തിൻ്റെ തുടർച്ചയായി ടെസ്റ്റ് ക്രോസ് നടത്തി. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ F1 ഹൈബ്രിഡിനെ റെസസീവ് പാരൻറ്റുമായി ക്രോസ് നടത്തുന്നതാണ്. He estimated the recombination frequency between various genes. അങ്ങനെ ക്രോമസോം മാപ്പിംഗ് നടത്തി. എന്താണ് ക്രോമസോം മാപ്പ്? എ ലീനിയർ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സീക്വൻസ് ആൻഡ് റിലേറ്റീവ് ഡിസ്റ്റൻസസ് ഓഫ് ദ വേരിയസ് ജീൻസ് പ്രസൻറ്റ് ഇൻ ദ ക്രോമസോം. ഒരു ക്രോമസോമിലെ ജീൻ ജോഡികളുടെ പുനഃസംയോജനത്തിൻ്റെ ആവൃത്തി ആ ക്രോമസോമിലെ ജീനുകൾ തമ്മിലുള്ള അകലത്തിൻ്റെ അളവിനെ ആശ്രയിച്ചാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോമസോമിൽ ജീനുകളുടെ സ്ഥാനം ചിത്രീകരിക്കാം. ഇതിനെ ക്രോമസോം മാപ്പിംഗ് എന്ന് പറയും. ലിങ്കേജ്, റീകോമ്പിനേഷൻ, ക്രോമസോം മാപ്പിംഗ് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. താങ്ക് യു.